ഹായ് ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ്. KFCയുടെ കൂടെ കിട്ടുന്ന കൊളസ്ട്രോ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കൊളസ്ട്രോ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള അളവിൽ വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വൈറ്റ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ചധികം കക്കരിക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത്. കക്കരിക്ക കുറച്ചധികം എടുത്തിട്ടുണ്ട്, കാരണം ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചധികം കക്കരിക്ക എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സോസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ തന്നെ മയോണൈസ്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞത്, ഒരു ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വിനാഗിരി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് എയർ ടൈറ്റ് ആക്കി അടച്ചിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ അടച്ച് വെക്കണം. എങ്കിലാണ് ആ ഫ്രിഡ്ജിൽ ഇരുന്ന് കുറച്ച് തണുപ്പാകുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ ഞാനൊരു 3/4 മണിക്കൂറിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാം നന്നായി മിക്സായി സെറ്റായിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ബ്രെഡിലേക്ക് ഇതൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ നമുക്ക് എത്ര ആവശ്യമാണ്, എത്ര സാൻഡ്വിച്ചാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ബ്രെഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വേറൊരു ബ്രെഡ് കൊണ്ട് അത് അടച്ച് പ്രസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ബ്രെഡിൽ മാത്രമല്ല, നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ചപ്പാത്തിയിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് മടക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റാപ്പില്ലേ അതുപോലെ ആക്കിയിട്ടോ ചെയ്യാവുന്നതാണ്. ചപ്പാത്തി ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താലും ടേസ്റ്റിയാണ്. ഇപ്പോൾ ഞാൻ എല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാൻ ഒന്ന് ചൂടാക്കി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ടോസ്റ്റ് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, അതുപോലെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ ബൈ ഫ്രം സിമ്പിൾ റെസിപ്പീസ്.